ഇന്നത്തെ ക്ലാസ്സിൽ RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതിലാണ് നമ്മൾ ബേസ് കോൺസെപ്റ്റുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. വർക്ക്, എഫിഷ്യൻസിയും ടൈമും തമ്മിലുള്ള ബന്ധം, അത് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ, എന്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം, റൂൾ ഓഫ് ഫ്ലിപ്പ്, എഫിഷ്യൻസി മെത്തേഡ്, പിന്നെ കുറച്ച് ഷോർട്ട് കട്ടുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്നും അറിയാതെ ഇവിടേക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. സോ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. എങ്കിലേ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. ടൈം ആൻഡ് വർക്കിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ് പൈപ്സ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ അതും കൂടി കാണുക. അപ്പം ഏകദേശം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ രണ്ട് ക്ലാസ്സുകളും കണ്ടതിന് ശേഷം ഇത് കാണുക. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പേന പോലും എടുക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ. A and B take 8 days to complete a work. അതായത് എയ്ക്കും ബിക്കും കൂടി ഒരു ജോലി ചെയ്യാൻ 8 ദിവസം വേണം. എ ഒറ്റയ്ക്ക് ആ ജോലി 24 ദിവസം കൊണ്ട് ചെയ്യും. ചോദ്യം എന്താണ്? ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? നമ്മൾ ഒരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അവിടെ ബേസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എയും ബിയും കൂടെ ഒരു ജോലി എ ദിവസം കൊണ്ട് ചെയ്യുന്നു. എ ഒറ്റയ്ക്ക് ആ ജോലി ബി ദിവസം കൊണ്ട് ചെയ്താൽ ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യുന്നത് AB ഡിവൈഡഡ് ബൈ A മൈനസ് ബി ദിവസം കൊണ്ടായിരിക്കും. അപ്പം എയും ബിയും കൂടി ഒരു ജോലി എ ദിവസം കൊണ്ട് ചെയ്യുന്നു. എ ഒറ്റയ്ക്ക് ഒരു ജോലി ബി ദിവസം കൊണ്ട് ചെയ്താൽ എയും ബി ഒറ്റയ്ക്ക്, അതായത് രണ്ടുപേർ ഒന്നിച്ച് ഒരു ദിവസം കൊണ്ട്, രണ്ടുപേർ ഒന്നിച്ച് ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു. ഒരുത്തൻ ഒറ്റയ്ക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്താൽ മറ്റവൻ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ AB ഡിവൈഡഡ് ബൈ A മൈനസ് ബി. അപ്പൊ AB എന്ന് പറയുമ്പോൾ 8 × 24 ഡിവൈഡഡ് ബൈ 24 മൈനസ് എത്ര 8 എത്ര കിട്ടും? 16. അപ്പൊ 8 കൊണ്ട് കട്ട് ചെയ്ത് കളയാൻ 2, 24നെ 2 കൊണ്ട് ഹരിച്ചാൽ 12 എന്ന ആൻസർ കിട്ടും. ശരിയാണോ? തീർച്ചയായും. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 12 എന്ന് നമുക്ക് കിട്ടും. അപ്പോ ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. സീമ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 7 days. സീമ ഒരു ജോലി 7 ദിവസം കൊണ്ട് ചെയ്യും. While Karthik can finish the work in 12 days, the manager asked them to do the work together so that the work can be completed earlier. How many days will they take to complete the work together? അതായത് സീമ 7 ദിവസം കൊണ്ട് ചെയ്യുന്നു, കാർത്തിക് 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. സീമയും കാർത്തിക്കും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഒരാൾ ഒന്നിച്ച് ഒരു ജോലി എ ദിവസം കൊണ്ട് ചെയ്യുന്നു, വേറൊരാൾ ഒന്നിച്ച് ആ ജോലി ബി ദിവസം കൊണ്ട് ചെയ്താൽ രണ്ടുപേരും കൂടി ഒന്നിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ AB ഡിവൈഡഡ് ബൈ A പ്ലസ് ബി. AB ഡിവൈഡഡ് ബൈ A പ്ലസ് ബി. അപ്പൊ AB എന്ന് പറയുമ്പോൾ നമുക്ക് 12 × 7 ഡിവൈഡഡ് ബൈ 12 7 19. 12 × 7 84 ഡിവൈഡഡ് ബൈ 19. 19 4 പ്രാവശ്യം 76. വീണ്ടും സോ 4.42 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 4.42 ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ, മുൻപത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? AB ബൈ A മൈനസ് ബി. അതെവിടെ ഉപയോഗിക്കുന്നത്? രണ്ടുപേർ ഒന്നിച്ച് ഒരു ജോലി എ ദിവസം കൊണ്ട് ചെയ്യുന്നു, ഒരുത്തൻ ഒറ്റയ്ക്ക് ഒരു ജോലി ബി ദിവസം കൊണ്ട് ചെയ്താൽ മറ്റേയാൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും ചോദിച്ചാൽ AB ബൈ A മൈനസ് ബി. AB ബൈ A പ്ലസ് ബി ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഒരാൾ ഒരു ജോലി എ ദിവസം കൊണ്ടും മറ്റേയാൾ ഒരു ജോലി ബി ദിവസം കൊണ്ടും ചെയ്താൽ രണ്ടുപേരും കൂടെ ചേർന്ന് AB ബൈ A പ്ലസ് ബി എന്ന രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. 2 ഷോർട്ട് കട്ടുകളുണ്ട്. ഒന്ന് AB ബൈ A പ്ലസ് ബിയും, മറ്റൊന്ന് AB ബൈ A മൈനസ് ബിയും. AB ബൈ A പ്ലസ് ബി ഉപയോഗിക്കുന്നത് എവിടെയാണ്? രണ്ടുപേര്, അതായത് ഒരുത്തൻ എ ദിവസം കൊണ്ട് ചെയ്യുന്നു, മറ്റവൻ ബി ദിവസം കൊണ്ട് ചെയ്താൽ രണ്ടുപേരും ഒന്നിച്ചേരാൻ ചോദിച്ചാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ AB ബൈ A പ്ലസ് ബി. ഇനി രണ്ടുപേർ ഒന്നിച്ച് എ ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുന്നു, ഒരാൾ ഒറ്റയ്ക്ക് ബി ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റേയാൾ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുമെന്ന് ചോദിച്ചാൽ AB ഡിവൈഡഡ് ബൈ A മൈനസ് ബി. അപ്പൊ ഇത് ഒന്ന് ഓർത്തു വെച്ചോളുക. വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. പല ചോദ്യങ്ങളും നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ്, ഓർത്തിരിക്കുക. സോ നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
മൂന്നാമത്തെ ചോദ്യം, എ ആൻഡ് ബി അലോൺ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 16 days. അല്ലേ? എ ആൻഡ് ബി അലോൺ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 16 and 8 days. സോ എയ്ക്ക് 16 ദിവസം, ബിക്ക് 8 ദിവസം. If they work on alternate days starting with A, if they work on alternate days starting with A, then how many days the work will be completed? അപ്പോൾ നമ്മൾ എഫിഷ്യൻസി മെത്തേഡിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. തന്നിരിക്കുന്ന സമയത്തിന്റെ LCM ആണ്. 16ന്റെയും 8ന്റെയും LCM എത്ര കിട്ടും? 16 തന്നെ കിട്ടുന്നു അല്ലേ? അപ്പോൾ LCM എത്ര കിട്ടി? 16 കിട്ടി. ഇനി നമുക്ക് എന്തെടുക്കണം? എഫിഷ്യൻസി എടുക്കണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്ക് എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. ടൈം ആൻഡ് വർക്കിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന 3 സാധനങ്ങളാണിത്. എന്തൊക്കെയാണ്? വർക്ക്, എഫിഷ്യൻസി, ടൈം. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി എത്ര മക്കളെ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. 16/16 1, 16/8 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? എഫിഷ്യൻസി കിട്ടി. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോണം, ഡേ 1 ആര് വരും? എ വരും. എയുടെ 1 യൂണിറ്റ് വർക്ക് എത്രയാണ്? 1. അതായത് ഒരു ദിവസം, ഇതിപ്പോൾ മണിക്കൂറാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ദിവസമാണ്. അപ്പോൾ ഒരു ദിവസം എ 1 യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ 16 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും. ബി ആണെങ്കിൽ ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ 8 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഡേ 2 ബി വരുന്നു. കാരണം രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യുന്നില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ്. ഫസ്റ്റ് ഡേ എ വന്നാൽ സെക്കൻഡ് ഡേ ബി വരും. സോ ബി എത്ര ദിവസം കൊണ്ട്, ബിയുടെ ഒരു യൂണിറ്റ് വർക്കിന് എത്രയാണ്? 2 യൂണിറ്റ് വർക്ക് അല്ലേ ചെയ്യുന്ന ഒരു ദിവസം. അപ്പോൾ 2. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ 2 ദിവസം കൂടുമ്പോഴും 3 യൂണിറ്റ് വർക്ക്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2 ദിവസം കൊണ്ട് 3 യൂണിറ്റ് വർക്ക് നടക്കുന്നു. 2 ദിവസം കൊണ്ട് 3 യൂണിറ്റ് വർക്ക് അവിടെ നടക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് എത്ര? 16. അപ്പോൾ 16ന് അടുത്തുള്ള 3ന്റെ മൾട്ടിപ്പിൾ എത്ര? ഓരോന്നിങ്ങനെ 3 3 3 3. അങ്ങനെ 16ന് അടുത്ത് വരണമെങ്കിൽ 15 വർക്ക്. കാരണം എന്താ? 3 × 5 15. അപ്പോൾ ഇവിടെയും നമ്മൾ 5 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിക്കുക. 2 × 5 10. അപ്പോൾ 10 ദിവസം കൊണ്ട് 15 യൂണിറ്റ് വർക്ക് ചെയ്ത് തീർത്തു. ഇനി ഒരു കാര്യം നോക്കിക്കോ മക്കളെ, ടോട്ടൽ വർക്ക് എത്ര? ആകെ ചെയ്യേണ്ടത് എത്ര? 16. ഇപ്പം എത്ര ചെയ്തു? 10 ദിവസം കൊണ്ട് 15 ചെയ്തു. അപ്പോൾ ഇനി ബാലൻസ് വർക്ക് എത്ര ഉള്ളേ? 1. ശരിയല്ലേ? ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. 1-ാം തീയതി എ ആയിരിക്കും വരുന്നത്, 3-ാം തീയതി എ ആയിരിക്കും വരുന്നത്, 5-ാം തീയതി എ. അതായത് 1, 3, 5 ദിവസങ്ങളിൽ ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലേ. അപ്പോൾ 1, 3, അതായത് ഓഡ് നമ്പേഴ്സ് വരുമ്പോഴെല്ലാം എ ആയിരിക്കും വരിക അല്ലേ? ഈവൻ നമ്പർ വരുമ്പോഴെല്ലാം ആരായിരിക്കും വരിക? ബി ആയിരിക്കും വരിക. അപ്പം 10 ദിവസമായി. സോ 11ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ആണ്. അപ്പോൾ അവിടെ വരുന്നത് ആരുടെ എഫിഷ്യൻസിയാണ്? ആരാണ് അവിടെ വർക്ക് ചെയ്യാൻ വരുന്നത്? എ ആണ്. അപ്പം എയ്ക്ക് ഇനി ബാക്കി ജോലി ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി അല്ലേ? വർക്ക് എത്ര ഉള്ളത്? വർക്ക് എത്ര ചെയ്യാനുള്ളത്? നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള വർക്ക് എത്ര? 1 ഉള്ളത്. അതിനുള്ള എഫിഷ്യൻസി എത്ര? എ ആണ് വരുന്നത്. എയുടെ എഫിഷ്യൻസി എത്ര? 1. അപ്പോൾ എത്ര സമയം വേണം? 1 ദിവസം കൂടെ വേണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം എത്ര ആയിരിക്കും? ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു ഇതുവരെ എത്ര ദിവസമായി? 10 ദിവസമായി. പിന്നെ ഇനി 1 ദിവസം കൂടെ എയ്ക്കും കൂടെ വേണം. അപ്പോൾ ആകെ എത്ര ദിവസം? 11 ദിവസമാണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ. ശരിയാണോ? തീർച്ചയായും ഓപ്ഷൻ എ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, എ ഫിനിഷ് എ വർക്ക് ഇൻ 1170 ദിവസം ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 2340 ദിവസം. വർക്കിംഗ് ടുഗദർ ദേ വിൽ കംപ്ലീറ്റ് ദ സെയിം പീസ് ഓഫ് വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പിന്നെ കുറച്ച് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുണ്ടാകും. എ ഒരു ജോലി എ ദിവസം കൊണ്ട് ചെയ്യുന്നു, ബി ഒരു ജോലി ബി ദിവസം കൊണ്ട് ചെയ്യുന്നു എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. അപ്പോൾ 2340 ഇൻറ്റു 1170 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 2340 1170 കൂടെ കൂട്ടുമ്പോൾ 3510 കിട്ടും. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 351 എന്ന് പറയുമ്പോൾ 5 1 6 3 9 4 3 7 8 9 9 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഇതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3 39. ഇതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ല 117നെ 9 കൊണ്ട് ഹരിക്കാമല്ലോ. 39 26 30 വരും.
26 30 വരുമ്പോൾ 26 × 30 26 × 30 26 × 30 എന്ന് പറയുമ്പോൾ 26 × 3 78 അല്ലേ 750. യെസ് 750. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. യെസ് ശരിയാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നോക്കാം. വത്സൽ ഈസ് 55% മോർ എഫിഷ്യൻറ്റ് ദാൻ സൗരവ് ആൻഡ് സൗരവ് ടേക്സ് 33 ഡേയ്സ്. Saurav take 33 days more than Vatsal to complete a piece of work. How many days will Saurav take to complete the work? Okay, so രണ്ട് പേരുണ്ട്. വത്സലും ഇതൊക്കെ പേരാണോ? വത്സലും പിന്നെ ആരാണ്? സൗരവും. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വത്സൽ ഈസ് 55% മോർ എഫിഷ്യൻറ്റ് ദാൻ സൗരവ്. അതായത് സൗരവിന് 100 ആണെങ്കിൽ ഇവൻ അതിനേക്കാൾ 55 കൂടെ കൂടുതലാണെന്നല്ലേ അർത്ഥം എഫിഷ്യൻസി. അപ്പോൾ ഇത് അവരുടെ എഫിഷ്യൻസിയുടെ കാര്യമാണ് പറയുന്നത്. 155:100. 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 31:20 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മക്കളെ, ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ടൈമും എഫിഷ്യൻസിയും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ 31:20 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ നേരെ തിരിച്ചെഴുതുക 20 എന്തായിരിക്കും? 31 ആയിരിക്കും. 20:31. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സൗരവ് ടേക്സ് 33 days more than വത്സൽ. അപ്പോൾ വത്സലിനേക്കാൾ എത്ര കൂടുതൽ എടുക്കുന്നുണ്ട്? ശരിയാ, റേഷ്യോ നോക്കുമ്പോൾ 20നേക്കാൾ 33 കൂടുതലാണ്. എത്ര കൂടുതലാണ്? 20നേക്കാൾ 33 എത്ര കൂടുതലാണ്? 11 കൂടുതലാണ്. ആ 11 എന്ന് പറയുന്നതാണ് എത്ര? 33. 11 33 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 ആയിരിക്കത്തില്ലേ? 1 3 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സൗരവിന്റെ ടൈം. സൗരവിന്റെ ടൈമിന്റെ റേഷ്യോ എത്ര? 31 അല്ലേ? 1 3 ആണെങ്കിൽ 31 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 31 × 3 എത്ര കിട്ടും? എത്ര കിട്ടുന്നു? 93. 93 ഡേയ്സ്. സോ ആൻസർ എത്ര? 93 ഡേയ്സ്. 93 ദിവസം. ഓപ്ഷനിലുണ്ടോ? തീർച്ചയായും യെസ്. സോ 93 ഡേയ്സ്. അടുത്ത ചോദ്യം. Amit can do half part of a work in 7 days, while Alam can do half part of the same work in 9 days. In how many days can both together finish the work? Okay, so half of the വർക്കിന് 7 ദിവസം. അപ്പോൾ ഫുൾ വർക്കിന് ടോട്ടൽ വർക്കിന് 14 ദിവസം. ഹാഫ് ഓഫ് ദ വർക്കിന് 9 ഡേയ്സ്. അപ്പം ഫുൾ ഓരോരുത്തരുടെയാണ് പറയുന്നത്. ആദ്യത്തെ ആരുടെയാണ്? എന്താണ് പേര്? അമിത്. ഓക്കെ, അമിത്തിന് ഹാഫ് ഓഫ് ദ വർക്കിന് 7 ഡേയ്സ്. അപ്പോൾ ഫുൾ വർക്ക് പകുതിക്ക് 7 ദിവസം വേണം. അപ്പോൾ മൊത്തം എത്ര? 14. ഇനി ആർക്കാണ്? അടുത്തവൻ്റെ പേരെന്താ? ആലം. ഓക്കെ, ആലമിന് ഹാഫ് ഓഫ് ദ വർക്കിന് 9. അപ്പോൾ ടോട്ടൽ വർക്കിന് എത്രയാണ്? 18. ഓക്കെ, ഇനി എന്താ ചോദ്യം? എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് ബോത്ത് ടുഗദർ ഫിനിഷ് ദ വർക്ക്? സോ ഇതിന് ഇപ്പം ആദ്യത്തെ ആളിന് എക്സ് ദിവസം, രണ്ടാമത്തെ ആളിന് വൈ ദിവസം. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും അല്ലെങ്കിൽ എ ദിവസം, എയോ എക്സോ വൈയോ എയോ ബിയോ, ദാറ്റ് ഈസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും വേറൊരാൾ വൈ ദിവസം കൊണ്ടും ചെയ്യുന്നു. രണ്ടുപേരും കൂടെ ആണെങ്കിൽ എന്താണ്? XY ഡിവൈഡഡ് ബൈ X+Y എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. സോ 14 × 18 ഡിവൈഡഡ് ബൈ 18ഉം 14ഉം എത്ര കിട്ടും? 32. വെട്ടിക്കളം ചെയ്യുമ്പോൾ നമുക്കിവിടെ 7 16 8 9. സോ 63/8 എന്ന് കിട്ടും. 63/8. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി 63/8. ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം. ഇൻ എ കമ്പനി അർച്ചിത് ടേക്സ് 15 days to finish a task while Rohit can finish it in 25 days. They worked together for 5 days and after which Rohit left the job. Archit may finish the remaining task in how many days? Okay, ഇതിനകത്തിൽ അർച്ചിത്തും പിന്നെ ആരാണ്? രോഹിത്തും. ഓക്കെ, അർച്ചിത്തിന് 15 ദിവസം വേണം, രോഹിത്തിന് 25 ദിവസം വേണം. ഓക്കെ, സോ ഇത് അവരുടെ ടൈമിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ നമുക്ക് ഇവരുടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ LCM ആയിരിക്കും. 15ഉം 25ഉം രണ്ടിൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150. എന്തുകൊണ്ടാണ് LCM എടുക്കുന്നത്? HCF എടുക്കാത്ത എന്താ LCM എടുക്കുന്നത്? ഇതിൻ്റെ കാരണങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കാണണേ മക്കളെ. അല്ലാതെ വെറുതെ ചോദ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാമെന്നും പറഞ്ഞ് ഈ വീഡിയോ കാണരുത്. ബേസിക് ക്ലിയർ ആയെങ്കിലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. സോ അത് മനസ്സിലാക്കി അത് ചെയ്യുക കേട്ടോ. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടി. എത്രയാണ്? 150 എന്ന് കിട്ടി. പിന്നെ എഫിഷ്യൻസി നോക്കാം നമുക്ക്. എഫിഷ്യൻസി നോക്കുമ്പോൾ എന്തെഴുതാം നമുക്ക്? 150/15 10. 150/25 എത്ര കിട്ടും? 6. എന്താ ഹരിച്ചേ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ് എഫിഷ്യൻസി.
ഓക്കെ, അപ്പോൾ രണ്ടുപേരും കൂടി എത്ര ദിവസം ജോലി ചെയ്തു? 5 ദിവസം. രണ്ടുപേരും കൂടെ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി 16. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? കംപ്ലീറ്റഡ് വർക്ക് ഇസ് ഈക്വൽ ടു 16 × 5 80. കാരണം 16 ഇപ്പം എക്ക് 10 ദിവസം, എയുടെ ഒരു ദിവസം 10 യൂണിറ്റ് വർക്ക് ചെയ്യും, ബി അല്ലെ 6 യൂണിറ്റ് വർക്ക് ചെയ്യും. സോ 16 യൂണിറ്റ് വർക്ക്, 16 × 5 80 യൂണിറ്റ് വർക്ക് അവർ രണ്ടുപേരും കൂടി ചെയ്തു. അപ്പോൾ ഇനി ബാലൻസ് വർക്ക് എത്ര ഉള്ളത്? ബാലൻസ് വർക്ക് എത്ര ഉള്ളത്? ആകെ 150 ഉള്ളത്, അതിൽ 80 ചെയ്തു. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് 70 ആണ്. ആ 70 ചെയ്യാനായിട്ട് ഇനി ആരേ ഉള്ളൂ? ആരാണ്? അർച്ചിത്ത് അല്ലേ? അർച്ചിത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അർച്ചിത്തിന് അതിന് എത്ര സമയം വേണമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടൈം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. വർക്ക് എത്ര ചെയ്യാനുള്ള? വർക്ക് എത്ര? 70. ടൈം എത്ര കയ്യിലുള്ളത്? ടൈം അല്ല, എഫിഷ്യൻസി എത്ര കയ്യിലുള്ളത്? വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി അല്ലേ ടൈം. എഫിഷ്യൻസി എത്ര? 10. 70/10 എത്ര കിട്ടുന്നു? 7 ദിവസം, 7 days. ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം നോക്കാം. A alone can do a task in 35 days. B alone in 14 days. If they work together for 5 days, then what fraction of the task is left? Okay. So, A ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 35 ദിവസം വേണം. ബി ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 14 ദിവസം വേണം. അപ്പോൾ ഇത് ഇവരുടെ ടൈമാണ്. നമ്മൾ ഇവരുടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നു. രണ്ടിൻ്റെ LCM എന്ന് പറയുമ്പോൾ എത്രയാണ്? 35ഉം 14 7ൻ്റെ മൾട്ടിപ്പിളാണ്. സോ 70 എന്ന് കിട്ടുന്നു. എഫിഷ്യൻസി എത്ര കിട്ടുന്നു? 70/35 2, 70/14 5. വീണ്ടും പറയുന്നു, എന്തുകൊണ്ടാണ് ഹരിച്ചേ? വർക്ക് ഡിവൈഡ് ബൈ ടൈമാണ് എഫിഷ്യൻസി. അപ്പോൾ 2 എന്നും 5 എന്നും കിട്ടുന്നു. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദേ വർക്ക് ഓൺ ഇറ്റ് ടുഗദർ ഫോർ 5 days. അപ്പം രണ്ടുപേരും കൂടെ ജോലി ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി 7 എഫിഷ്യൻസി അല്ലേ? കംപ്ലീറ്റഡ് വർക്ക് എത്ര ദിവസം ജോലി ചെയ്തു? ഈ 7 എഫിഷ്യൻസി 5 ദിവസം ജോലി ചെയ്തു. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേ? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് വർക്ക്. 7 എഫിഷ്യൻസി 5 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ 7 × 5 35 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ടോട്ടൽ വർക്ക് എത്ര? 70. കംപ്ലീറ്റഡ് വർക്ക് എത്ര? 35. അപ്പോൾ ഇനിയും ചെയ്യാനുള്ള വർക്ക് എത്ര? ബാലൻസ് വർക്ക് എത്ര ഉള്ളത്? 35. So, what fraction of the task is left? ചോദ്യം വളരെ എളുപ്പമല്ലേ? 35 ചെയ്തു, 35 ചെയ്യാനുണ്ട്. സോ ടോട്ടൽ 1 ആയിട്ട് എടുത്താൽ പകുതി ചെയ്തു, പകുതി ഇനിയും ചെയ്യാനുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. 70ൻ്റെ പകുതി 35 ചെയ്തു, സോ അടുത്ത പകുതി ചെയ്യാനുണ്ട്. സോ എന്താണ്? പകുതി ചെയ്യാനുണ്ട്. പകുതിയെ നമുക്ക് എന്ത് പറയാം? ഹാഫ് എന്ന് പറയരുതോ? സോ ആൻസർ എത്ര? ഹാഫ്. ഓപ്ഷൻ സി. ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം. ബ്രജൻ ക്യാൻ പെയിന്റ് എ വാൾ ഇൻ 10 hours. While Bellary can paint the wall completely in 12 hours. If Brajan and Bellary work alternatively for 1 hour each, starting when the wall has just cement on it till when it completely painted red, how many hours will it take? നേരത്തെ ചോദിച്ച അതേപോലെ തന്നെ ഇവന്മാരുടെ പേര് നമുക്ക് എഴുതാം. എന്താണ്? ബ്രജനും ബെല്ലാരിയോ? ബെല്ലാരി. ഓക്കെ, ഇവരുടെ ടൈം പറഞ്ഞിട്ടുണ്ട്. ഒരുത്തിന് 10 മണിക്കൂറും വേറൊരുത്തിന് 12 മണിക്കൂർ. അപ്പോൾ ഇവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ LCM 60 ആയിരിക്കും. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 60/10 6, 60/12 5. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? ആദ്യം ഈ ഓൾട്ടർനേറ്റ് ആണ്. ആദ്യം ബ്രജൻ ചെയ്യുന്നത് എത്രയാണ്? 6ഉം പിന്നെ നമ്മുടെ ബെല്ലാരി ചെയ്യുന്നത് 5. അതായത് ബ്രജൻ ഒരു ദിവസം 6 യൂണിറ്റ് വർക്ക് ചെയ്യുന്നു, ബെല്ലാരി ഒരു ദിവസം 5 യൂണിറ്റ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 11 യൂണിറ്റ്. അതായത് ഓരോ 2 ദിവസം കൂടുമ്പോഴും 11 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ 60-ന് അടുത്ത് വരുന്ന, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ 60-ന് അടുത്ത് വരുന്ന 11ൻ്റെ മൾട്ടിപ്ലൈ ഏതാ? 55. കാരണം 11 × 5 ആണ് 55. അപ്പോൾ നിങ്ങൾ ഇവിടെയും 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര? 10 ദിവസം. 10 ദിവസം കൊണ്ട് 55 യൂണിറ്റ് വർക്ക് ചെയ്തു. ഇനിയും ചെയ്യാനുള്ള വർക്ക് എത്ര? ബാലൻസ് എത്ര ഉള്ളത്? ബാലൻസ് വർക്ക് എത്ര ഉള്ളത്? 60 ആയിരുന്നു ചെയ്യേണ്ടത്, 55 ചെയ്തു, ബാലൻസ് ഉള്ളത് 5. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് ഇനി സ്വാഭാവികമായിട്ടും 11ാമത്തെ ദിവസത്തേക്ക് വരും. അവിടെ നമ്മൾ നോക്കണം. 1 3 5 7 എന്ന് വരുമ്പോൾ ബ്രജൻ, 1 3 5 7 എന്ന് വരുമ്പോൾ ബ്രജനും, 2 4 6 8 എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ബെല്ലാരിയും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും 10 കഴിഞ്ഞു, അടുത്തത് വരേണ്ടത് 11 അപ്പൊ ബ്രജൻ ആണ് വരേണ്ടത്. അപ്പോൾ അവിടുത്തെ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി.
വർക്കിന് എത്ര മക്കളെ ചെയ്യാനുള്ളത്? 5 ചെയ്യാനുള്ളത്. എഫിഷ്യൻസി ബ്രജന്റെ എത്ര ഉള്ളത്? 6 ഉള്ളത്. 5/6. 5 ഡിവൈഡഡ് ബൈ ബ്രജന്റെ എഫിഷ്യൻസി എത്രയാണ്? 5/6. 5/6 ആണ് എഫിഷ്യൻസി. 5/6 എന്ന് പറയുമ്പോൾ 5/6. 5/6 എന്ന് പറയുമ്പോൾ 8 6 48. 0.8333 എന്ന് കിട്ടും. പോട്ടെ. അപ്പോൾ അത്രയും ടൈമും കൂടെ അവിടെ വേണം. അപ്പോൾ ടോട്ടൽ ടൈം എത്ര ആയിരിക്കും? ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 10 ദിവസം എടുത്തല്ലോ, 10 പ്ലസ് പിന്നെ ഇവിടെ ഒരു 0.83. അപ്പോൾ നമുക്ക് 10.83 ദിവസം എന്ന് പറയാം. 10.8 അല്ലെങ്കിൽ 10 and 5/6 ഡേയ്സ്. ഇവിടെ അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സോ 10.83 ഡേയ്സ്. ശരിയാണോ? തീർച്ചയായും. അപ്പോൾ അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. A can complete 1/4 of the work in 10 days. സോ എയ്ക്ക് 1/4 വർക്ക് ചെയ്യാൻ 10 ദിവസം വേണം. ഓക്കെ. ഇനി ബിക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി 40% വർക്കിന് 15 ഡേയ്സ് വേണം. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് സിക്ക് എന്താണ്? 1/3 വർക്കിന് 13 ദിവസം വേണം. ഓക്കെ. നമ്മൾ ഈ ഓരോരുത്തരുടെ ഇനിയിപ്പോൾ ശരിക്കും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എയുടെ കാര്യം. 1/3 വർക്കിന് 10 ദിവസം വേണമെങ്കിൽ എയ്ക്ക് ടോട്ടൽ വർക്കിന് എത്ര ദിവസം വേണം? ടോട്ടൽ വർക്കിന് 4 10 ആണെങ്കിൽ ടോട്ടൽ വർക്കിന് എത്ര? 10 × 4 എത്ര കിട്ടും? 40. ബിക്കോ 40%-ന് 15 ദിവസമാണ്. 15 എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 100 എത്രയെന്ന് കണ്ടുപിടിച്ചാൽ ടോട്ടൽ വർക്ക് കിട്ടത്തില്ലേ? എത്ര കിട്ടുന്നു? കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 15 180/4 37.5 എന്ന് കിട്ടും. സിക്ക് 1/3 വർക്കിന് 13 വേണം. അപ്പോൾ ടോട്ടൽ വർക്കിന് 13 × 3 39. ഓക്കെ. ഇതിൽ ആരാണ് മിടുക്കനെന്നല്ല ചോദ്യം. ഹൂ വിൽ ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്ക് ഫാസ്റ്റസ്റ്റ്? പെട്ടെന്ന് ജോലി തീർക്കാന്ന് പറയുമ്പോൾ സമയം കുറച്ചെടുക്കുന്ന ആളായിരിക്കും. 40 ആണോ 37 ആണോ 39 ആണോ ചെറുത്? ബി അല്ലേ ചെറുത്. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന ആളാരാ? ബി അല്ലേ. സോ ആൻസർ എത്രയാണ്? ബി. സോ ആരാണ് ഫാസ്റ്റർ എന്നാണ് ചോദ്യം. ഫാസ്റ്റർ പേഴ്സൺ ടേക്ക് ലെസർ ടൈം അല്ലേ. ഫാസ്റ്റർ ആയിട്ടുള്ള ആൾ സമയം കുറച്ചേ എടുക്കത്തുള്ളൂ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരി ഉത്തരം ഓപ്ഷൻ ബി. ശരിയാണോ? തീർച്ചയായും. യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെയും അവസാനം നമ്മളുടെ താങ്ക് യു ഫേസിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. 10 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. NTPC പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കാണും. ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ ബേസ് ക്ലാസ്സുകളിൽ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് കാണുക. വീണ്ടും ഞാൻ പറയാനുള്ള കാരണം അത് നിങ്ങൾ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഒരു കോഴ്സ് ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഭാഗമാകാവുന്നതാണ്. എല്ലാ വിഷയങ്ങൾക്കുമുള്ള ക്ലാസ്സുകൾ, മാത്സ്, റീസണിങ്, GK എല്ലാ വിഷയങ്ങൾക്കുമുള്ള ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്രാഷ് പ്രോഗ്രാമാണത്. സോ താല്പര്യമുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.